ഞാൻ ഇന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നായിരുന്നു. ഇവിടെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹത്തെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഒരു കമ്പനിയുടെ സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ എന്ന് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തെ കാണുമ്പോൾ ഞെട്ടും. അത് നേരിട്ട് കാണാൻ നമുക്ക് അങ്ങോട്ട് പോവാം. അസ്സലാമു അലൈക്കും. ഇതാണ് ഇന്ന് നമ്മൾ ഇരിക്കുമോനെ പരിചയപ്പെടാൻ പോണേ മുഹമ്മദ് അമീൻ എന്ന് പറയുന്ന 12 വയസ്സ് 10 വയസ്സുള്ളപ്പോൾ ഒരു കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ മുഹമ്മദ് അമീനാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നും ഈ ഒരു ചെറിയ കുട്ടിയോ, ഈ ഒരു കുട്ടി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ. എൻ്റെ പല വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്, ഒരു എൻ്റർപ്രനർ ആവാൻ വയസ്സ് പ്രശ്നമില്ല, അതുപോലെ സാമ്പത്തിക പ്രശ്നമില്ല, എഡ്യൂക്കേഷൻ തീരെ അതിന് പ്രശ്നമല്ല. ഇങ്ങനെ 2-3 കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജീവനോടെ കിട്ടിയിരിക്കുകയാണ്. തൻ്റെ 10 വയസ്സിൽ ഒരു കമ്പനി സ്റ്റാർട്ടപ്പ് നടത്തി ഇന്ന് 21 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്താ മോനെ ഇതിൻ്റെയൊക്കെ ഒരു കുട്ടൻസ്? എന്താ കമ്പനിയുടെ പേര്? ABC കോഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ABC കോഡേഴ്സ്. അതിന്റെയൊക്കെ നമുക്ക് പരിചയപ്പെടാം എന്താണ് അത് ആക്ടിവിറ്റി എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെ, ഒരു ലേണിംഗ് സിസ്റ്റം ആണത്. എന്ത് കമ്പനിയാണ് തുടങ്ങിയത്? കുട്ടികളെ കോഡിംഗ് പഠിപ്പിക്കാനാണ് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കുഞ്ഞു കുട്ടികൾ 6 വയസ്സ് മുതലുള്ള കുട്ടികളെയാണ് ഞങ്ങൾ കോഡിംഗ് പഠിപ്പിക്കുന്നത്. കമ്പ്യൂട്ടറിലൂടെ കോഡിംഗ് പഠിപ്പിക്കുക. കണ്ടോ, ഇതാണ് ഈ കുട്ടി പഠിപ്പിക്കുന്നത്. മോനെ അതില് എങ്ങനെയാ പഠിച്ചത്? എത്രാം ക്ലാസ് തൊട്ടാ പഠിച്ചു തുടങ്ങിയത്? ഞാൻ 8 വയസ്സുള്ളപ്പോൾ മുതലാണ് കോഡിംഗ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 10 വയസ്സായപ്പോ കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ്. പിന്നെ എത്ര സ്റ്റുഡന്റ് ഉണ്ട് ഇപ്പോ? ഓരോ കുട്ടികൾ വന്നു പോവുകയാണ്. കുറേ എണ്ണം കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അൺലിമിറ്റഡ് ആണ്. വെരി ഗുഡ്. അപ്പൊ ഇതാണ് കമ്പ്യൂട്ടറിലൂടെ ഇനി ഒരുപാട് അറിവുകൾ നേടാൻ സ്കൂളിൽ പോലും പോകേണ്ടതില്ല എന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. മോനെ, ഇനി നീ സ്കൂളിൽ പോകണ്ടപ്പോ? ഇപ്പോ നമ്മൾ ഓൺലൈനിലാണ് പഠിക്കുന്നത്. ഹാഷ് ഫ്യൂച്ചർ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. അല്ല, സാധാരണ നമ്മുടെ സർക്കാരിന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് സിലബസ് പ്രകാരം അല്ല പഠിക്കുന്നത്. അങ്ങനെയല്ല പഠിക്കുന്നത്. അപ്പൊ ഇവര് പറയുന്നത് 3 വർഷം അല്ലേ? എത്ര വർഷം പഠിക്കുന്നത്? എങ്ങനെയാ അതിന്റെ പഠന രീതി? 3 വർഷമാണ് ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. ലോവർ സെക്ഷൻ, മിഡിൽ സെക്ഷൻ, ഹയർ സെക്ഷൻ. അപ്പോ ഞാനിപ്പോ ഹയർ സെക്ഷനിലാണ് പഠിക്കുന്നത്. ഒക്കെ വീട്ടിലിരുന്നു കൊണ്ട് സ്വന്തമായിട്ട് സെൽഫ് ലേണിംഗ് സിസ്റ്റം ആണ് അല്ലേ? അപ്പൊ എങ്ങനെയാ 10ാം ക്ലാസ് പരീക്ഷ എഴുതുമ്പോ എന്ത് ചെയ്യും? നമ്മള് 10ാം ക്ലാസ് പരീക്ഷ എഴുതാതെ പോവാം, അല്ലെങ്കിൽ നമുക്ക് നിയോസ് വഴി എഴുതാൻ പറ്റും. ഈ ഓപ്പൺ സ്കൂൾ പോലുള്ള അതുപോലെ എഴുതിയിട്ട് വേണമെങ്കിൽ പോവാം അല്ലേ? ഇതാണ് മോനെ റെക്കമെൻഡ് ചെയ്യുന്നത്. നീ ഇപ്പൊ എന്തൊക്കെയാണ് എന്റെ കമ്പനിയിലെ ഡ്യൂട്ടി ഒന്ന് പറ. ഞങ്ങളുടെ കമ്പനിയിൽ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുക, അതാണ് എന്റെ മെയിൻ ഡ്യൂട്ടി. ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുക അല്ലേ? ഈ ടീച്ചേഴ്സിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയാ മോനെ? അവര് എഞ്ചിനീയേഴ്സ് ആണ്. ഞെട്ടിയില്ലേ? ബിടെക് ആണ്? ഏത് എഞ്ചിനീയേഴ്സ് ആണ്? ബിടെക് പല രീതിയിൽ കഴിഞ്ഞവരാണ്. ആ എഞ്ചിനീയേഴ്സിനെ മോൻ പഠിപ്പിക്കും? ഞാൻ ട്രെയിൻ ചെയ്യും. എന്നിട്ട് അവര് സ്റ്റുഡൻസിനെ പഠിപ്പിക്കും. എവിടെ നിന്നൊക്കെയുള്ള വിദ്യാർത്ഥികൾ ഇപ്പൊ ചേർന്നിട്ടുണ്ട്? ഇപ്പോ പല സ്ഥലങ്ങളിൽ നിന്ന് ചേരുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നില്ലേ? പല രാജ്യങ്ങളിൽ നിന്നും ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ അടുത്ത USA നിന്നൊക്കെ കുറെ കുട്ടികൾ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു. USA കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മള് ഇപ്പൊ പുതിയതായിട്ട് പ്രോഗ്രാംസ് വരുമ്പോൾ USA കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ മോന് കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കലുണ്ടോ, അല്ല അധ്യാപകർക്ക് മാത്രമാണോ ക്ലാസ് കൊടുക്കുന്നത്? ഞാൻ പുതിയതായിട്ട് ടെക്നോളജീസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ വരുത്തുമ്പോൾ ഞാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാനാണ് പഠിപ്പിക്കുന്നത്. വെരി ഗുഡ്. അപ്പൊ ഇതിൽ നമുക്ക് എന്താ മനസ്സിലായത്? ഏതൊരാൾക്കും അത്യാവശ്യ ഐഡിയ ഉണ്ടെങ്കിൽ ശരിക്കൊന്ന് ചിന്തിച്ച് പഠിച്ചാൽ നമുക്കൊരു ജോലി നേരത്തെ കണ്ടെത്താമെന്ന്. ഇപ്പൊ അവൻ എംപ്ലോയി ആണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ജോലി കൊടുക്കുന്നവനാണോ ജോലി എടുക്കുന്നവനാണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ജോലി കൊടുക്കുന്നവൻ. ഞാൻ എപ്പോഴും എൻ്റെ പ്രോഗ്രാമിൽ പറയുന്നതാണ്, ഒരു ജോലി എടുക്കുന്നവനേക്കാളും വരുമാനം കിട്ടുന്ന ജോലി കൊടുക്കുന്നവനാണ്. ഈ പ്രായത്തിൽ തന്നെ 21 പേർക്ക് ജോലി കൊടുത്ത ഈ കുട്ടിയെ കാണാനാണ് ഇന്ന് പ്രത്യേകം ഞാനിവിടെ വന്നത്. ഈ എയർപോർട്ടിൽ വന്ന് എൻ്റെ മകള് വിദേശത്ത് വരുന്നുണ്ട്, അവളെ കൂട്ടാനാണെങ്കിലും ഓടിച്ചാടി ഞാനിവിടെ വന്നത് ഈ കുട്ടിയെ കാണാനും ഈ കുട്ടിയുടെ വാപ്പയെ ഒന്ന് പരിചയപ്പെടാനാണ്. അപ്പൊ ഒരു കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുമ്പോൾ 10-21 പേര് സ്റ്റാഫുള്ള ഒരു സ്ഥാപനത്തിലെ ഒരു CEO ആണല്ലോ. മോനെ, എന്തൊക്കെയാണ് നീ എന്റെ സ്ഥാപനത്തിൽ ചെയ്യുന്ന ഡ്യൂട്ടികൾ? നീ പറഞ്ഞ ക്ലാസ് കൊടുക്കുന്നു, അതിലപ്പുറം എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഞാനിപ്പോ പുതിയ അഡ്വാൻസ്മെന്റ് വരുമ്പോൾ ആഡ് ചെയ്യുകയാണ് ഞാൻ പിന്നെ ചെയ്യാറ്. പുതിയ ക്ലാസ്സസ് ആഡ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ പുതിയ കോഴ്സുകൾ അപ്പൊ നമ്മള് എക്സ്പാൻഡ് ചെയ്തോണ്ടിരിക്കും. അതാണ് ചെയ്യുന്നത്. ഡേ ടു ഡേ കാര്യങ്ങളിൽ മോൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്?
ഡെയിലി നിന്റെ കമ്പനിയുടെ ആക്ടിവിറ്റിയിൽ എന്തൊക്കെയാണ് മോന്റെ ഇൻവോൾവ്മെന്റ് എന്തൊക്കെയാണ്? നമ്മള് ഇൻകമും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ചെക്ക് വരവ് ചെലവുകളൊക്കെ നോക്കും. പിന്നെ നമുക്ക് പണ്ടായിരുന്നെങ്കിൽ നമുക്ക് ടീച്ചേഴ്സ് ഇല്ല. അപ്പൊ 6 hours 7 hours സ്ട്രേറ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. നീ തന്നെ എടുക്കുമായിരുന്നു? ഞാൻ തന്നെ എടുക്കും. ഇപ്പൊ അത്രയും വേണ്ട. എത്ര മണിക്കൂർ ക്ലാസ് എടുക്കും? ഇപ്പോ ഞാനിപ്പോ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അത് ഇന്ന് ഫിനിഷ് ആയി. അത് രാവിലെ ഒരു 1 hour ആയിരുന്നു ക്ലാസ് എടുക്കുന്നത്. ഇതൊക്കെയാണ് അപ്പൊ ക്ലാസ്, വരവ് ചെലവുകൾ നോക്കുന്നു. പിന്നെ സാലറി കൊടുക്കുന്നത് ആരാ? സാലറി കൊടുക്കുന്നത് വാപ്പച്ചിയാണ്. കാരണം അത് ബാങ്കിൽ നിന്ന് പോണതാണ്. ഓക്കെ. പിന്നെ എന്തൊക്കെയാ ഡ്യൂട്ടി വരുന്നത്? അഡ്വർടൈസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇതിന്റെ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യാറില്ലേ? ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതിന്റെ കൂടെ സെയിൽസിന്റെ ടീമിന്റെ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മള് പുതിയതായിട്ട് അഡ്വാൻസ്മെന്റ് വരുത്തിയത് കൊണ്ടാണ് എന്റെ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ പുതിയ ടീച്ചേഴ്സിനെ ഒക്കെ ആഡ് ചെയ്തു. അപ്പൊ പണ്ട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമായിരുന്നു. അപ്പോഴാണ് ഈ ഒരു 6 hours 7 hours സ്ട്രേറ്റ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ. ഇപ്പൊ പഠിക്കുന്നുണ്ട് അല്ലെ? ആ കോഴ്സ് പൂർത്തിയാക്കുന്നുണ്ട്, കൂടെ ഈ കമ്പനി റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഏതായാലും എന്റെ പ്രേക്ഷകരുടെ ബിസിനസ്സുകാർ ഒരുപാട് ആൾക്കാരുണ്ട്. ജസ്റ്റ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തവരുണ്ട്, അതില് പുതിയ എന്റർപ്രനേഴ്സ് ഉണ്ട്. ഇവരോട് മോന്റെ ഒരു അഡ്വൈസ്, ഇത്രയും കാലത്തെ ഒരു പരിചയം വെച്ച് എന്തൊരു അഡ്വൈസാ കൊടുക്കാനുള്ളത്? നമ്മള് ഏതെങ്കിലും ഒരു മേഖല കണ്ടിട്ട് നമ്മൾ ആ ഒരു മേഖലയിലേക്ക് പെട്ടെന്ന് ചാടരുത്. നമുക്ക് ഇഷ്ടമുള്ളൊരു മേഖല, അതിനകത്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് സക്സസ് ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഭവത്തിലേക്ക് നമ്മൾ ട്രൈ ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു കമ്പനി റൺ ചെയ്യാൻ സാധിക്കും. ഇത് തന്നെയാണ് പാരന്റ്സിനോടും പറയണത്. ഒരു കുട്ടിയുടെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കി അതിന് ഗൈഡ് ചെയ്യുക. അല്ലാതെ രക്ഷിതാക്കളുടെ പാരന്റ്സിന്റെ താല്പര്യത്തിനനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ നിന്നാൽ എങ്ങും എത്തില്ല. അത് സെയിം തന്നെയാണ് ഒരു ബിസിനസ്സിലും. മോന്റെ അഭിപ്രായം അത് തന്നെയാണ്. ആ വ്യക്തിയുടെ, ആ എന്റർപ്രനറുടെ താല്പര്യം എന്താണോ ആ ബിസിനസ്സിലേക്ക് പോകുക. അതല്ല അവിടെ ഒരു ലാഭമുണ്ടോ ഇവിടെ ലാഭമുണ്ടോ എന്നൊക്കെ കേട്ട് ബിസിനസ് ചെയ്താൽ നിന്നാൽ ഒരു പക്ഷെ പരാജയപ്പെടും അല്ല മോനെ? അപ്പൊ ഈ കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ചാണ് മോൻ മുന്നോട്ട് പോയത്. ഇൻഷാല്ലാ അത് വിജയിക്കും. നിങ്ങളും നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്, നിങ്ങളുടെ ടാലന്റ് അനുസരിച്ച് നിങ്ങൾ ബിസിനസ് ചെയ്യാം. വീട് എവിടെ മോനെ? വീട് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ. ആരൊക്കെയുണ്ട് വീട്ടില്? ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ഗ്രാൻഡ് മദർ. അനിയൻ, ഏട്ടൻ ആരുമില്ല? എനിക്ക് അനിയന്മാരുണ്ട്. അവരൊക്കെ സ്കൂളിൽ പോക്ക് നിർത്തിയോ മോനെ? അവരൊക്കെ എന്റെ ഒരു സിലബസിൽ തന്നെയാണ് പഠിക്കുന്നത്. എന്റെ സിലബസിൽ, എന്റെ സ്ഥാപനത്തിൽ പഠിക്കുക. ഏട്ടനുണ്ടോ? ഇല്ല, എന്നെക്കാട്ടി ചെറിയ കുട്ടികളാണ് അല്ലേ? അപ്പൊ ഇനി അവരാരും സ്കൂളിൽ പോകണ്ട? അവരാരും സ്കൂളിൽ പോകുന്നില്ല. സത്യം പറയണം കേട്ടോ. ഇനി സ്കൂളിൽ പോയി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൂഗിൾ ടീച്ചറോട് ചോദിച്ച് നമുക്ക് പഠിക്കാം. അല്ലാത്ത കുറെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. തീർച്ചയായിട്ടും അത്തരമൊരു ലേണിംഗ് സിസ്റ്റം ആയിരിക്കും. നമുക്ക് അവരുടെ വെബ്സൈറ്റും അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് ട്രയൽ നോക്കാം. എന്താണ് അവരുടെ ആ കോഡിങ്സ് എന്ന് പറയും? ABC കോഡിങ്. എന്താണ് എനിബഡി ക്യാൻ ഡു, എനിബഡി ക്യാൻ കോഡ്, എനിബഡി ക്യാൻ കോഡ്. ഏതായാലും മാഷാ അല്ലാ, ബാക്കി ഡീറ്റെയിൽ നമുക്ക് ഇവന്റെ വാപ്പയെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഉണ്ട്, നമ്മളെ എടുത്തിരിക്കുന്നുണ്ട്. പ്ലീസ് സാർ, കമോൺ. എന്റെ ചാനലില് ഞാൻ പ്രേക്ഷകരെ ഒക്കെ നിങ്ങളുടെ ഈ കുട്ടിയുടെ ഈ ഒരു എന്താ പറയാ, ഈ 12 വയസ്സിൽ തന്നെ അവനൊരു 10 വയസ്സിലല്ലേ മോൻ? 10 വയസ്സിൽ തന്നെ ഒരു കമ്പനിയുടെ CEO ആയി എന്ന് പറഞ്ഞപ്പോ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എന്താണ് ഇതിന്റെ ഒരു കുട്ടൻസ്? മോനെ ഇങ്ങനെ ഗൈഡ് ചെയ്ത് നിങ്ങൾ എഞ്ചിനീയർ ആണോ? അതെ, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പോ 10 ഗുണം 10 ഗുണം അങ്ങനെ ആയിരിക്കാം. നമ്മള് ചെറിയ പ്രായത്തിൽ ഇവര് നോർമൽ സ്കൂളിൽ പോയി തുടങ്ങിയത്. അപ്പൊ അതിനുശേഷം ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വേണമല്ലോ എന്ന് ആലോചിച്ചപ്പോ അതിനെ കുറിച്ച് കുറെ എക്സ്പെരിമെന്റ് ചെയ്തു. അപ്പൊ നമുക്ക് മനസ്സിലായി വിദേശ രാജ്യങ്ങളിലൊക്കെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ചെറിയ പ്രായം മുതലേ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എഞ്ചിനീയറിംഗിന് ചെല്ലുമ്പോഴൊക്കെയാണ് ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിപ്പിക്കുന്നത്. അപ്പൊ അത് നോക്കിയപ്പോ അതൊരു ഗെയിം കളിക്കുന്നത് പോലെയുള്ള സംഭവമുണ്ട്. നമ്മൾ ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഒരു എഞ്ചിനീയർ ആയ എന്നെക്കാളും ബെറ്റർ ആയിട്ട് ഈ കുട്ടി പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിൽ പസിൽസ് ആണ്. ഈ പസിൽസ് നമുക്ക് സോൾവ് ചെയ്യാവുന്ന ഇതിനേക്കാളും എളുപ്പത്തിൽ മകൻ സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വളരെ കറക്റ്റ് ഒരു പോയിന്റാണ് ഇദ്ദേഹം പറയുന്നത്. ഞാനൊരു കുറെ കുട്ടികൾക്ക് ഒരു ക്ലാസ് കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റിനേക്കാളും എൻ്റെ മകൻ അത് ചെയ്യുമ്പോൾ ആ കുട്ടിയിൽ ഉണ്ടാകുന്നു, ഈ കുട്ടിക്ക് വരെ ഇങ്ങനെ പഠിപ്പിക്കാനും ചെയ്യാനും പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് കഴിയില്ല എന്നൊരു വളരെ പോസിറ്റീവായ ഒരു തോട്ട്സ് ആണ് വന്നിട്ടുള്ളത്. അതാണ് ഈ കുട്ടിയിൽ നിന്നും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ഞാൻ മനസ്സിലാക്കിയതും. സത്യത്തിൽ ഇത് നമ്മളല്ല പഠിപ്പിക്കേണ്ടത്, ഇതുപോലത്തെ പ്രായമുള്ള കുട്ടികളെ തന്നെ പഠിപ്പിക്കേണ്ടത്. വെരി ഗുഡ്. ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക്?
കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതുപോലുള്ള സൊല്യൂഷൻസിന് വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ സിലിക്കൺ വാലിയിൽ ഒരു ഓൾട്ട് സ്കൂൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് അജൈൽ ലേണിംഗ് സെന്റേഴ്സ് എന്ന് പറഞ്ഞ മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെ ലോകമാകെ ഒരുപാട് ഡിഫറെന്റ് മെത്തേഡ്സിൽ പോകുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഈ തലമുറയെ പഠിപ്പിക്കുന്നത് ഗെയിമിഫൈഡ് മോഡലിൽ നടക്കുള്ളൂ. കാരണം ഇവർ ഗെയിമിന്റെ ലോകത്താണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിലേക്കുള്ള നേറ്റീവ്സ് ആണ്. അതായത് ഡിജിറ്റൽ വേൾഡിൽ പിറന്നു വീണ ഒരു തലമുറയാണ്. അപ്പൊ ഇവരെ ഒരിക്കലും ഡിജിറ്റൽ വേൾഡിൽ നിന്ന് മാറ്റി നിർത്തിയോ അല്ലെങ്കിൽ ഗെയിമിൽ നിന്ന് പറിച്ചോ നമുക്ക് പഠിപ്പിക്കാൻ നടക്കില്ല. അപ്പൊ ഇവരെവിടെയാണോ ഉള്ളത് അവിടെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള കരിക്കുലം, അവരിലുള്ള ഗുണങ്ങളെ കണ്ടെത്തി അതൊന്ന് മോട്ടിവേറ്റ് ചെയ്യുക, അതൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും കാണാതെ പഠിപ്പിക്കണ്ട. ഈ കുട്ടികൾക്ക് അറിയാം. അതുകൊണ്ടാണല്ലോ 3 വയസ്സുള്ള ഒരു കുട്ടി മൊബൈൽ ഫോൺ നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നത്. അവര് ഏത് സാധനം കോഴ്സ് എടുത്തിട്ടില്ലല്ലോ, ഒരു കോഴ്സ് എടുത്തിട്ടില്ല. ആദ്യം ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കണമെങ്കിൽ എന്തെല്ലാം കോഴ്സ് എടുത്തിട്ടായിരുന്നു ആ മൗസ് ഒന്ന് പിടിച്ച്, അല്ലേ? ഇന്ന് ഒരു കോഴ്സ് എടുക്കാതെ കുട്ടി നമ്മേക്കാൾ നന്നായിട്ട് അതാ മൊബൈലിലെ ഫുൾ ഓപ്ഷനും കണ്ടെത്തുന്നു. 3 വയസ്സും 4 വയസ്സിലും. എങ്ങനെ പഠിച്ചത്? സെൽഫ് ലേണിംഗ് അല്ലേ? താല്പര്യത്തോടെ ഗെയിമായി തമാശയായിട്ട് പഠിച്ചു അല്ലേ? അതുപോലെ നമ്മളവിടെ പഠിപ്പിക്കുന്ന കുട്ടികളെ. അതായത് കുട്ടികൾക്ക് പഠിക്കാൻ ഭാഗത്തുള്ള കരിക്കുലം ഉണ്ടാക്കി വെച്ച ചില്ലറക്കാരല്ല. നാസയുടെ കരിക്കുലം ഉണ്ട്, MIT ഉണ്ട്, സ്റ്റാൻഫോർഡ് ഉണ്ട്, ഹാർവാർഡ് ഉണ്ട്. നമ്മൾ ഈ കാണുന്ന വിദ്യാഭ്യാസ മേഖലയിലെ മുൻനിര ആളുകളൊക്കെ ഇതുപോലുള്ള കരിക്കുലംസ് ബിൽഡ് ചെയ്തേക്കാണ്. ഈ കരിക്കുലംസിനെ ഏറ്റവും നന്നായിട്ട് എടുത്ത് ക്യൂറേറ്റ് ചെയ്യുക, നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കുക. അപ്പൊ അതിപ്പോ ചിലപ്പോൾ റോക്കറ്റ് സയൻസ് ആണെങ്കിൽ അതുപോലെയുള്ള കരിക്കുലം ഉണ്ട്, സ്പേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കരിക്കുലം ഉണ്ട്. ഇനിയിപ്പോ ഒരു സയന്റിഫിക് റിസർച്ച് നടത്തണം, അതിനു വേണ്ടിയുള്ള ഒരുപാട് കരിക്കുലംസും ഒരുപാട് കോമ്പറ്റീഷൻസും എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ ഇതിനെ റൈറ്റ് ആയിട്ട് കുട്ടികളുടെ മുമ്പിലേക്ക് കൊടുക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്തത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ ഈ ഹാഷ് ഫ്യൂച്ചർ സ്കൂൾ എന്ന് പറയുന്ന ഒരു വെഞ്ചറിൽ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വെഞ്ചറിന്റെ ഈ ഒരു സ്കൂളിന്റെ കീഴിലാണ് ABC കോഡ് കിടക്കുന്നത് മോന് ചെയ്യുന്നത്. അതെ, അതായത് എന്റെ ഒരു വിൻവിയസ് ടെക്നോ സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ കീഴിലാണ് ഈ ABC കോഡേഴ്സ് എന്ന് പറയുന്നത് വരുന്നത്. അപ്പൊ ഈ സ്കൂൾ സിസ്റ്റം റൺ ചെയ്യുന്നതും അതിന്റെ കീഴിൽ തന്നെയാണ്. ഈ ഹാഷ് ഫ്യൂച്ചർ സ്കൂൾ എന്ന് പറയുന്ന സിസ്റ്റം റൺ ചെയ്യുന്നത് അതിന്റെ കീഴിൽ തന്നെയാണ്. എത്ര ഇതിന്റെ ഡ്യൂറേഷൻ, ഈ കോഴ്സിന്റെ ഒക്കെ ഡ്യൂറേഷൻ? ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ജനറലി കാണുന്ന ഒരു സ്കൂൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എവിടെ മുതലാണ്? അതായത് LKG മുതൽ +2 വരെയാണ്. മിനിമം ഒരു 12-13 കൊല്ലം എടുക്കും കാണുന്നത്. പക്ഷെ നമ്മളിവിടെ വച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി, അതായത് നമ്മൾ ഈ കാണുന്ന നിലവിൽ കാണുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള പല കാര്യങ്ങളും അതിലില്ല. അപ്പൊ അത് ഒഴിവാക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് ടൈം കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ ഈ നോളജ് വെച്ച് നോക്കുകയാണെങ്കിൽ, അപ്പൊ ഇതിപ്പോ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു +2 തലത്തിൽ കിട്ടുന്ന നോളജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരു 3rd സ്റ്റാൻഡേർഡ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നോളജ് കിട്ടും. മേ ബി ഒരു 3 ഇയർ ആകുമ്പോഴത്തേക്കും ഈ പറയുന്ന നോളജ് കിട്ടും. ഇനി അഡ്വാൻസ്ഡ് ലേണിംഗ് ആണ് അവർ നടത്തുന്നത്. അപ്പൊ നമുക്ക് 3 ഗ്രേഡുള്ളൂ. ലോവർ ഗ്രേഡ് ഉണ്ട്, മിഡിൽ ഗ്രേഡ് ഉണ്ട്, ഹയർ ഗ്രേഡ് ഉണ്ട്. ഇപ്പൊ പ്രായം വെച്ചിട്ടാണ്, അല്ലാതെ നമ്മള് ചുമ്മാ ഒരു ഓരോ വയസ്സിനും ഒരു ക്ലാസ് എന്നുള്ളതല്ല. ഇപ്പൊ 6 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ലോവർ ഗ്രേഡ് കൊടുക്കും. അതിൽ അവർ കേപ്പബിലിറ്റി കാണിച്ചാൽ ചിലപ്പോൾ അവർ 6 മാസത്തിലോ അല്ലെങ്കിൽ 1 വർഷത്തിലോ അവർ മിഡിൽ ഗ്രേഡിലേക്ക് പോകും. അപ്പോൾ ഏജ് വെച്ചിട്ടാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുക. പക്ഷേ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഡിഫറെന്റ് മിക്സഡ് ഏജ് ഗ്രൂപ്പിലായിരിക്കും ഇവർ നിൽക്കുക. അപ്പൊ ഇവർക്ക് എത്ര വർഷം കൊണ്ട് പഠിക്കുമെന്ന് ചോദിച്ചാൽ ഇവര് ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ ആളുകളുടെ ഡിഫറെന്റ് കാലിബർ അനുസരിച്ചായിരിക്കും. പലരും പല മേഖലകളായിരിക്കും. ഏതായാലും മോന് എന്താണ് മോന്റെ നെക്സ്റ്റ് പദ്ധതി എന്തൊക്കെയാണ്? ഇപ്പൊ നീ 13 വയസ്സായി അല്ലേ? എന്താണ് ഇനി അടുത്ത ഒരു +2 ഡിഗ്രി ലെവലിൽ പോണോ? നെക്സ്റ്റ് ഫ്യൂച്ചർ എന്താ നീ മോൻ ചെയ്യാൻ പോണത്? ഞങ്ങളിപ്പോ 2 പ്രോഗ്രാമുകളോട് സ്റ്റാർട്ട് ചെയ്യാനാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്താ പ്രോഗ്രാം? സ്കൂളുകളിൽ ഇങ്ങനെ ഒരു കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വരുത്താം. അത് ടെക്സ്പെഡീഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം. അതല്ലാതെ പിന്നെ ബാക്ക് ടു കോഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം. ഇത് രണ്ടും സ്റ്റാർട്ട് ചെയ്യാനാണ് ഇപ്പോ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു ABC കോഡേഴ്സിന്റെ ഒരു പാർട്ടായിട്ട് നമ്മള് ബാക്ക് ടു കോഡ് രണ്ട് പ്രോഡക്റ്റും കൂടി ഇറക്കാൻ പോകണം അല്ലേ? അത് ഇതുപോലെ നമുക്ക് പബ്ലിക്കിന് ആർക്കും വന്ന് പഠിക്കുന്ന തരത്തിലേക്ക് അതിനെ മാറ്റും. അതാണ് 2 പ്രോഡക്റ്റ്. ഓക്കെ, നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? അങ്ങനെ ഭാവിയിൽ നിനക്ക് ആരാവണം? ഇപ്പൊ ഒരു CEO ആയി, ഒരു കമ്പനിയായി, എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? എന്താ വിഷൻ? എന്താണ് നിന്റെ വിഷനും മിഷൻ എന്ന് പറ. എനിക്കൊരു $1 ബില്യൺ കമ്പനി ആക്കണം. ഒരു $1 ബില്യൺ കമ്പനി ആക്കണം. മാഷാ അല്ലാ, കൺഗ്രാചുലേഷൻ. മതി മോനെ, അത് പറയാനുള്ള ഒരു കോൺഫിഡന്റ് കിട്ടിയല്ലോ. അത് എത്ര പേർക്ക് കിട്ടും? ഇന്ന് വലിയ ആളുകളോട്, ബിസിനസ് ചെയ്യുന്നവരോട് ചോദിച്ചാൽ പോലും അവർക്കത് പറയാനൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു കോൺഫിഡൻസ് ആണ് മോനെ ഈ ഒരു നിലയിൽ എത്തിയത്. എന്ത് കമ്പനിയാണ്, ഏത് തരത്തിലേക്ക്? $1 ബില്യൺ ഒരു കമ്പനി, അത് എന്ത് കമ്പനി ആവണം? ഇതേ ABC കോഴ്സ് തന്നെ, അതല്ലേ മറ്റു മേഖലയിലൂടെയാണോ? നമ്മള് കോഡിംഗ് ഈ ഒരു ടെക്നോളജി മേഖലയിലൂടെ തന്നെ. ടെക്നോളജിയില് അപ്പൊ നമുക്കൊക്കെ താല്പര്യമുള്ള മേഖല തന്നെയാണ്. ഏതായാലും മോന് സോഫ്റ്റ്വെയർ മേഖലയിലൂടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള ജനറൽ എഡ്യൂക്കേഷൻ പോകുമ്പോ Project X എന്ന പേരിൽ മറ്റൊരു കമ്പനി കൂടി ഇതിന്റെ പാരലായിട്ട് വരുന്നുണ്ട്. അതിൽ ഏതൊരു കുട്ടിക്കും
ചേർന്നുകൊണ്ട് ഹാർഡ്വെയർ ആയി പ്രോജക്റ്റുകൾ ഡിസൈൻ ചെയ്യാനും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ നിർമ്മിക്കാനും പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു കോഴ്സ് കൂടി ഈ എളിയവന്റെ നേതൃത്വത്തിൽ ഉണ്ട് എന്ന് എൻ്റെ പ്രേക്ഷകർക്ക് അറിയാം. അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ജോയിന്റ് വെഞ്ചർ ആകാൻ പറ്റുന്ന തരത്തിലാണ് ഈ കുട്ടിയുടെ വളർച്ച എന്ന് കണ്ടതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇനി ഇതെല്ലാം ജോയിൻ ചെയ്തിട്ടുള്ള അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിശദമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സാർ.